നമുക്കിന്ന് നല്ലൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാലോ. ജ്യൂസെല്ലാം അടിച്ച് കുടിച്ച് മടുത്തെങ്കിലോ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അതിനായി നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന മാങ്ങ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അതിന് നല്ല മധുരമുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഇട്ടാലോ. ഇത് മാറ്റി വെച്ച് ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് നമുക്ക് കോൺഫ്ലവർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ പൊടിയിട്ട് ചൂട് പാലൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് പാൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ കോൺഫ്ലവർ കട്ട കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ മധുരമില്ലാത്തത് കാരണം ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മാങ്ങക്ക് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്കത് പാനിലോട്ട് ഒഴിച്ചു കൊടുത്താലോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. തിളച്ച് കുറുകി വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ഒഴിച്ചുപാട് ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കുന്നതാണ്. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ചെറുതായി കട്ടിയായി വരുന്നുണ്ട്. ഇനി പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് നെയ്യും തടവി കൊടുത്ത് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് വരുന്ന ചെറുതായി ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വരുമ്പോൾ തന്നെ ഇത് പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ചൂടാറിയ പാട് തന്നെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നല്ല ജെല്ലായി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം ലൈക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.